തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത് അവിടെ കാരിക്കടവ് ഉന്നതി എന്ന സ്ഥലത്ത് MK ശിവൻ്റെയും MR ബിന്ദുവിൻ്റെയും വീട് ഏകദേശം 1.5 വർഷമായി ഇരുട്ടിലായിരുന്നു. കാരണം കറണ്ടില്ലാതെ അവർ ഇരുട്ടിൽ കഴിയുകയായിരുന്നു. 1.5 വർഷം കൊണ്ട് അവരുടെ കറണ്ട് അങ്ങ് കട്ടാക്കി. ഇപ്പം ഇതിന് കാരണമെന്ന് വെച്ചാൽ അവിടെ മേഴ്സി കോപ്സ് എന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. അപ്പോൾ അവർ ഈ കാരിക്കടവ് ഉന്നതിയിൽ ഏതാണ്ട് 14 വീട്ടുകാർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മുൻകൈ എടുത്ത് അതിനുള്ളൊരു ചുമതലയ്ക്ക് മുൻകൈ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ അതിൽ ഒരു വീടായിരുന്നു ഈ ശിവൻ്റെയും ബിന്ദുവിൻ്റെയും വീട്. അപ്പോൾ ആദ്യമൊക്കെ ബില്ല് വന്നുകൊണ്ടിരുന്നത് ഈ മേഴ്സി കോപ്സ് എന്ന സംഘടന തന്നെ അടച്ച് തീർക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബില്ലുകൾ ഇവർ അടയ്ക്കാതെയായി. അപ്പോൾ അങ്ങനെ അടയ്ക്കാതെ ഇരുന്നിരുന്നാണ് ഇവരുടെ കറണ്ട് പോകുന്നത്, വീട്ടിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അടയ്ക്കാതെന്ന് മേഴ്സി കോപ്സ് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ചെറിയ ബിൽ തുകകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അവർക്ക് അടയ്ക്കാൻ പറ്റുന്നതായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്നത് വലിയ വലിയ ബിൽ തുകകളായി. ഒരിക്കലും ഒരു കുടിവെള്ളത്തിനായിട്ട് കറണ്ട് എടുത്തത് കൊണ്ട് വരുന്ന ഒരു ബില്ലല്ല അത് മറ്റെന്തോ കാരണം കൊണ്ടാണ് അവർക്ക് ആ ബില്ലടയ്ക്കാൻ സാധ്യമല്ല എന്നും പറഞ്ഞിട്ട് അവർ ബില്ലടയ്ക്കാതായി. അങ്ങനെയാണ് 60,142 രൂപ കുടിശ്ശികയായി. അപ്പോൾ അങ്ങനെ 1.5 വർഷം കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തു. അതുകൊണ്ട് 1.5 വർഷം കൊണ്ട് ഇവർ കറണ്ട് ഇല്ലാതെ വീട്ടിൽ കഴിയുകയാണ്, ഇരുട്ടില്ല. ഇപ്പോൾ വെള്ളം കൊടുത്തു ഇരുട്ടിലായി എന്നൊരു തലക്കെട്ടോടു കൂടി മാതൃഭൂമി ന്യൂസ് കണ്ടിട്ട് നമ്മുടെ BJP നേതാക്കൾ ഇത് മന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം ഇവിടേക്ക് നീട്ടുകയുമായിരുന്നു, സ്നേഹകരങ്ങൾ ഇവിടേക്ക് നീട്ടുകയുമായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം വളരെ നല്ലൊരു ഇടപെടൽ ഇവിടെ നടത്തി. ഈ അദ്ദേഹത്തിൻ്റെ PA എറണാകുളം, തൃശ്ശൂർ അങ്ങനെയുള്ള മറ്റ് BJP അതിൻ്റെ സെക്രട്ടറിയും അങ്ങനെ ഒക്കെ ആയിട്ട് മറ്റ് സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന കുറേ നേതാക്കന്മാരൊക്കെ ഈ വീട്ടിൽ വരികയും ഈ 60,142 രൂപ അടയ്ക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഈ പൈസ അടയ്ക്കുകയും വീണ്ടും കറണ്ടിൻ്റെ കണക്ഷൻ ആ വീട്ടിലേക്ക് കിട്ടുകയും ചെയ്തു. വളരെ സന്തോഷത്തിലാണ് ആ വീട്ടുകാർ. കാരണം നമുക്കറിയാം സുരേഷ് ഗോപി ആർക്ക് എന്തൊരാപത്ത് വന്നാലും അദ്ദേഹത്തെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ എല്ലായിടും അദ്ദേഹം ചെയ്തു കൊടുക്കും. അത് പണ്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ രീതികളൊക്കെ നമുക്കും സംശയം ജനിപ്പിച്ചു. കാരണം വോട്ടിന് മുമ്പ് അദ്ദേഹം ചെയ്ത ഒരു രീതികളല്ലല്ലോ ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു. വോട്ടിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ കാണിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അല്ല, ഈ ദുഃഖം അനുഭവിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തന്നെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ചെയ്യുക, അത് എത്ര ആയാലും എങ്ങനെയായാലും എവിടെ ആയാലും എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ട് ഞാനിപ്പോൾ ഖേദിക്കുന്നു. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു സഹായഹസ്തം ഇവരിലേക്ക് നീളുകയും ആ 1.5 വർഷം കൊണ്ട് ഇരുട്ടിൽ കിടന്ന ആ ഒരു മനുഷ്യർക്ക് ഇപ്പോൾ വെളിച്ചത്തിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത സുരേഷ് ഗോപിയുടെ മനസ്സിന് വീണ്ടും വീണ്ടും നമുക്ക് നന്ദി പറയാം.